തൃശൂർ വടക്കാഞ്ചേരിയിൽ കാറിൽ കടത്തിയ കാട്ടുപന്നിയുമായി 2 പേർ പിടിയിൽ. മുപ്ലിയം സ്വദേശികളായ വായിക്കപ്പറമ്പിൽ ഹരിദാസ്, മണിയറക്കൻ സന്തോഷ് എന്നിവരാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത്. മച്ചാട് റേഞ്ചിലെ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇവർ കാട്ടുപന്നിയെ വേട്ടയാടിയത്. തുടർ നടപടികൾക്കായി പ്രതികളെയും കാട്ടുപന്നിയെയും പോലീസ് വനം വകുപ്പിന് കൈമാറി. മലപ്പുറം ആലിങ്ങലിൽ 43 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പൊന്നാനി സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, നരിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യാണ് പിടികൂടിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ബസ്സിനടിയിൽപ്പെട്ട് 77-കാരന് ഗുരുതര പരിക്ക്. കൂട്ടപ്പന സ്വദേശി ജഡാധരനാണ് പരിക്കേറ്റത്. ഡിപ്പോയിലേക്ക് കടന്നുവന്ന ബസ് ജഡാധരനെ ഇടിക്കുകയായിരുന്നു. ജഡാധരനെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം നാഗർകോവിലിൽ ദേശീയപാതയിൽ സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പളുകൽ സ്വദേശി രാജിയാണ് മരിച്ചത്. രാജിക്കൊപ്പം സഞ്ചരിച്ച പിതാവ് രാജേന്ദ്രനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജിയും പിതാവും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ എതിർദിശയിൽ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ഗുരുവായൂരിൽ ഡൽഹിയിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് 3 കാറുകൾ വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടുകയും 1 കാർ മാത്രം നൽകുകയും ചെയ്തയാൾ പിടിയിൽ. കാസർഗോഡ് പള്ളിക്കര സ്വദേശി മുഹമ്മദ് തൻസീറാണ് പിടിയിലായത്. താമരയൂർ സ്വദേശി ഫെലിക്സ് ആന്റണിയെയാണ് കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയത്. 2024 ഫെബ്രുവരിയിലായിരുന്നു സംഭവം. ഡൽഹിയിൽ നിന്നും 3 ഇന്നോവ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപയോളം കൈക്കലാക്കുകയായിരുന്നു. മറ്റു 2 കാറുകൾ കാണിച്ച് നൽകുകയും ഈ കാറുകൾ കണ്ടെയ്നറിൽ കയറ്റിവിടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു.